അപ്പൊ നമ്മളിന്ന് ഇപ്പൊ ഒരു അരമണിക്കൂർ നമ്മൾ എത്ര മണിക്കൂർ മുമ്പ് വീഡിയോ ഇട്ടെ? അരമണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ഇട്ട് നമ്മള് പെരുന്നാൾ പൈസ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ നമുക്ക് എത്ര ലക്ഷക്കണക്കിന് കമന്റുകളാണ് നമുക്ക് വന്നത് അല്ലേ? ഇന്ന് സെലക്ട് 5 ആൾക്കാരെ ഇന്ന് സെലക്ട് ചെയ്യും, ബാക്കി നാളെ സെലക്ട് ചെയ്യും. അപ്പൊ ആരെ നമുക്ക് ഇന്ന് സെലക്ട് ചെയ്തിരുന്നത്? നെക്സ്റ്റ് ഡെവലപ്പേഴ്സ് MD-യും ആർക്കിടെക്റ്റുമായ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡെവലപ്പേഴ്സിന്റെ മുതലാളി, പിന്നെ മെയിൻ ആർക്കിടെക്റ്റും. അപ്പൊ നിങ്ങൾക്ക് വല്ല വീട് പണിയോ പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ചെക്കന്മാരെ നമ്മളെല്ലാം റെഡി അല്ലേ? കമോൺ ഗൈസ്. ഷുഗർ ഫിൽസിന്റെ മെയിൻ അക്കൗണ്ടന്മാരുടെ ഒരാളായ മൻസൂർ പറയും, ഹായ് പറയും നമ്മളെ ആൾക്കാരോട്. ഇത് മൻസൂർ ഷുഗർ ഫിൽസിന്റെ എന്താ പറയാ മെയിൻ അക്കൗണ്ടന്റാണ്. പിന്നെ വേറെ നല്ലൊരു അടിപൊളി ചെക്കൻ, അവനെ കാണിച്ചാൽ നല്ല അടിപൊളി ചെക്കനാണ്. പെൺകുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഇതാണ് നമ്മളെ സ്വന്തം ചെക്കൻ, ഷുഗർ ഫിൽസിന്റെ നടുന്തൂളാണ്. എനിക്കെന്താ അവരോട് പറയാല്ലേ? ഓർക്കൊന്നും പറയാല്ല ഗൈസ്. മിഥുനെ, നമ്മളെ കോട്ടക്കത്തെ കടയും ഒരു മാസമായിട്ട് അടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ സംഭവം? കോട്ടക്കില് മെയിന്റനൻസ് ആണ് അല്ലേ? അപ്പൊ എന്നാ ഇനി തുറക്കുക? ഒരു 3 ദിവസം കൊണ്ട് തുറക്കുന്നാണ് കോട്ടക്കത്തെ മെയിൻ ആള് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദൈവമാണ് ഞാൻ തുറക്കണം. നിങ്ങൾ പൊടിയൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പൊ എല്ലാരും ഒന്നും വിചാരിക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു അരമണിക്കൂർ മുമ്പാണ് നമ്മള് വീഡിയോ ഇട്ടത്. അപ്പൊ നമുക്കൊരു 200-300 കമന്റുകൾ നമ്മളിപ്പോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മള് 50 ആൾക്കാരെ നമ്മള് ഇവിടെ നമ്പർ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇന്നൊരു 5 ആൾക്കാരെ നമ്മള് സെലക്ട് ചെയ്യും. ആരാ സെലക്ട് ചെയ്യണത്? നമ്മളെ നെസ്റ്റ ഡെവലപ്പേഴ്സ്, നെസ്റ്റ ആർക്കിടെക്ട്സിന്റെ ഓണറാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതോ വേറെ എന്തെങ്കിലും പറയണ്ട? ഇല്ല, ഇത് എടുത്തോ. 50 പേരിൽ ഇത് 5. അടുത്തത് നമുക്കൊരു 9:30 മണിയാവുമ്പോഴത്തേനും ഒരാളത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക്, അങ്ങനെ ഓരോ മണിക്കൂറിൽ 5 പേര് എടുക്കാം. അപ്പൊ ഫസ്റ്റ് എടുക്കല്ലേ? കാണിച്ചു കൊടുക്കാം. ഇതൊന്ന് കാണിച്ചു കൊടുത്താണ്. നമ്മള് പരമ്പരാഗത രീതിയിലാണ് നമ്മള് നറുക്കെടുപ്പ് എടുക്കുക. മറ്റേത് ഒരുപാട് പ്രശ്നങ്ങൾ. ഓ, ഫസ്റ്റ് ഹിൽട്ടൺ കഫേ. ഹിൽട്ടൺ കഫേ. അപ്പൊ കൺഗ്രാജുലേഷൻ ഹിൽട്ടൺ, 50 രൂപ അടിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വെയിറ്റ് ചെയ്തോളൂ. ഹിസാം ആറം. അപ്പൊ ഇതിൽ നിങ്ങള് ലൈവായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഹിസാം ആറം അടുത്ത് 2 ആളായി. അപ്പൊ ഹിൽട്ടനും ഹിസാമും. 3ാമത്തെ ഭാഗ്യവാൻ ആരാണ്? അസ്ലം. 3ാമത്തെ അസ്ലം. യെസ്, വെരി ഗുഡ്. പക്ഷെ ഈ അസ്ലമേ അസാദാക്കിയിട്ടുണ്ട്. നമ്മൾ അസാദാക്കിയ അസ്ലമാണ്, ഇത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത് പറയും. ഓനക്ക് ഇതുവരെ ലോട്ടറി എടുത്തിട്ട് 5 വയസ്സ് പേര് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫർഹ കാണിച്ചോളൂ. മദാരി. ഫർഹ മദാരി ആണുണ്ടോ? അതുകൊണ്ട് ചെറുക്കനായിട്ട് ഇട്ടാണ് ഫർഹ മദാരി. അടുത്തത് 3 ആൾക്കാരായി. ഇനി 4ാമത്തെ ആള് ഫാത്തി. ഇംഗ്ലീഷ് വായിച്ചാൽ ആൾക്കറിയില്ല. ഫാത്തി ഫത്തീഷ. അത് താഴെ കാണിച്ചോളൂ. കാണിച്ചോളൂ. അടുത്ത് ലാസ്റ്റ് ഭാഗ്യവാൻ. കമന്റ് ഇട്ടോളൂ. ഡെയിലി 2500 നമ്മൾ കൊടുക്കും. 50. ഓക്കെ, പാത്തു 8115. പാത്തു 8115. ഓക്കെ. അപ്പൊ ഈ കിട്ടിയവരൊക്കെ പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തോളില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും. 50 റുപ്യ. 5 ആൾക്കാര്. ഫസ്റ്റത്തെ ഭാഗ്യവാന്മാർ 5 ആൾക്കാര്. മറ്റേത് അസാദും ആക്കേണ്ടിയില്ലേ? ഇനി ആശിക്ക് അതെന്റെ.
അപ്പൊ യാസിക്കേ എന്തായാലും അനക്ക് കറക്റ്റ് ഇങ്ങനെ കിട്ടിയല്ല. അല്ല യാസിക്ക, നിങ്ങളെന്താ മഞ്ചേരി കട തുറക്കാത്തെ? മഞ്ചേരി എന്താ കട തുറക്കണ ആൾക്കാർ കംപ്ലൈന്റ് ഉണ്ടല്ലോ. നോ 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 അത് അക്കൗണ്ടന്റ് മറ്റേ അക്കൗണ്ടിങ് കമ്മിറ്റി പറഞ്ഞു സ്റ്റോക്ക് എടുക്കാൻ ഇങ്ങനൊരു കമന്റ് കട. അപ്പൊ സ്റ്റോക്ക് എടുക്കണതിന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് ഈ ഇത്ര നേരമായിട്ട് ചെക്കന്മാരൊക്കെ ഫുൾ ആക്റ്റീവ് ആയിട്ട് നിക്കണത്. യെസ്.